നമസ്തേ. കഥകളതി സാഗരത്തിലേക്ക് സ്വാഗതം. നാരായണീയത്തിൻ്റെ അടുത്ത ഒരു പാഠം തന്നെയാണ് ഇന്ന് തുടങ്ങുന്നത്. നമ്മൾ 7ാമത്തെ ദശകത്തിലെ ഒരു ശ്ലോകം മാത്രം കഴിഞ്ഞ ദിവസം വ്യാഖ്യാനിച്ചത്. ബ്രഹ്മാവിൻ്റെ ആകാരം 14 ലോകത്തെ ഏറ്റവും മുകളിലെ ലോകമായ സത്യലോകത്തിൻ്റെ നാഥനായിട്ട് വിരാട് പുരുഷൻ മഹാദേവനെ അങ്ങ് വാഴിച്ചു. അദ്ദേഹത്തിന് സൃഷ്ടികർമ്മം ജോലിയായിട്ട് അങ്ങ് കൊടുക്കുകയും ചെയ്തു. ബ്രഹ്മാവിൻ്റെ എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ അടയാഭരണങ്ങളെപ്പറ്റി, ആകാരത്തെപ്പറ്റിയും പ്രകാരത്തെപ്പറ്റിയും വിവരിക്കുന്നൊരു ശ്ലോകമായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ വ്യാഖ്യാനിച്ചത്. ഇന്ന് അവിടുന്ന് ഇങ്ങോട്ട് അദ്ദേഹം രജോ ഗുണം വർദ്ധിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന് ഹിരണ്യഗർഭൻ എന്നും അദ്ദേഹത്തിന് ഒരു പേര് ലഭിച്ചിട്ടുണ്ട്. സ്വയം വിശ്വവിസർഗദത്ത ഹൃദയ സംപശ്യമാനാ സ്വയം ബോധം കല്വനവാപ്യ വിശ്വവിഷയം ചിന്താകുലസ്തസ്തിവാൻ താവത്വം ജഗദാം പദേ തപ തപേ ഇത്യേവം ഹി വൈഹായസി വാണീ മേ നമശ്രീശ്രവ ശ്രുതിസുഖാം കുർവസ്തവ പ്രേരണാം. 2ാമത്തെ ശ്ലോകമാണ്. എന്താ ഈ പറയുന്നത്? സ അയം. സ്വയം എന്ന് പറഞ്ഞാൽ സ അയം കൂട്ടിച്ചേർക്കുമ്പോഴാണ് സ്വയം വരുന്നത്. അതായത് സ അയം സ്വയം വിശ്വവിസർഗദത്ത ഹൃദയ. ബ്രഹ്മാവ് വിശ്വം വിസർഗദത്ത, അതായത് ഈ പ്രപഞ്ചം സൃഷ്ടിക്കുന്നതിന്, ഈ സൃഷ്ടികർമ്മം നടത്തുന്നത് ബ്രഹ്മാവ് ഏറെ ഉത്സാഹിച്ചു. സ്വയം സമ്പശ്ചമാന വിശ്വവിഷയം. തന്നെത്താൻ പ്രപഞ്ചത്തെക്കുറിച്ച് അറിവ് കിട്ടിയില്ല അദ്ദേഹത്തിന്. തന്നെ ആലോചിച്ചു, തന്നെ ശ്രമിച്ചു, പക്ഷെ സാധിച്ചില്ല. ബോധം ഖലു അനവാപ്യ ചിന്താകുല സ്വസ്തിവാൻ. അതായത് തീരെ ലഭിക്കാഞ്ഞിട്ട്, ബോധം തീരെ എന്താണെന്ന് അങ്ങോട്ട് മനസ്സിലാകാഞ്ഞിട്ട് ചിന്ത പൂണ്ട് ചിന്താകുലനായ അദ്ദേഹം ദുഃഖിച്ചിരുന്നു. ചിന്താകുല സ്വസ്തിവാൻ. ഇങ്ങനെ ആലോചനയായി, ഒരു മൗനിയായി, അദ്ദേഹത്തിനൊരു വിഷാദമായി. എങ്ങനെയാണ് ഞാൻ സൃഷ്ടികർമ്മം നടത്തണേ? വിരാട് പുരുഷനാണെങ്കിൽ അതെന്നെ ഏൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ തോന്നാനായിട്ട് തുടങ്ങി. ആ സമയത്ത് ജഗദാംപദേ താവത്വം ജഗദാംപദേ ലോകനാഥ അദ്ദേഹം വിളിക്കുക. എന്നിട്ട് വിരാട് പുരുഷനെ വിളിക്കുക ലോകനാഥ. ആ സമയത്ത് അപ്പോൾ നിന്തിരുവടി ജഗദാംപദേ താവത് ത്വം. അദ്ദേഹം അങ്ങയെപ്പറ്റി ചിന്തിച്ചപ്പോൾ ത്വം അങ്ങ് എന്താണ് ചെയ്തത്? തപപ്രേരണാം കുറുവൻ. അങ്ങ് തപസ് ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുകയാണ് ചെയ്തത്. കുറുവൻ എന്ന് പറഞ്ഞാൽ ചെയ്തു. എന്താ ചെയ്തത്? പ്രേരണ ചെയ്തു. എന്തിന്? തപസ് ചെയ്യാനായിട്ട് അങ്ങ് പ്രേരിപ്പിച്ചു. വിരാട് പുരുഷൻ പ്രേരിപ്പിച്ചു. എങ്ങനെ? തപ ബ്രഹ്മാവ് ഇങ്ങനെ വിചാരത്തോടുകൂടി എന്തൊരു വഴി വേണ്ടു, ഇനി എങ്ങനെ ഞാൻ സൃഷ്ടികർമ്മം നടത്തുന്നു എന്നൊക്കെ അങ്ങനെ വിചാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരശരീരി കേട്ടു. ആ അശരീരിയുടെ ഉടമ അങ്ങായിരുന്നു, അതായത് വിരാട് പുരുഷനായിരുന്നു. ആ കേട്ട അശരീരി എന്താ? തപസ് ചെയ്യൂ എന്ന്. തപ ഇതി ഏവ. ഇപ്രകാരം തപസ് ചെയ്യൂ എന്നിങ്ങനെ ശ്രുതി സുഖം. കേൾക്കുമ്പോൾ തന്നെ കാതുകൾക്ക് ഇമ്പമുണ്ടാകുന്ന ശ്രുതി എന്ന് പറഞ്ഞാൽ കേൾക്കുന്നത്, കാതുകളിലൂടെ വരുന്ന ശബ്ദം നമ്മൾ കേൾക്കുമ്പോൾ തന്നെ ഇമ്പമുണ്ടാകുന്ന, സുഖമുണ്ടാകുന്ന വൈഹായസീം വാണി എന്ന് വെച്ചാൽ വിഹായസം എന്ന് പറഞ്ഞാൽ ആകാശം. ആകാശത്തുനിന്ന് എങ്ങാണ്ട് കേട്ട, ആളെ കാണാനില്ല, എവിടെന്നറിയില്ല, ശബ്ദം മാത്രം ഇങ്ങനെ കേൾക്കാം. അതിന് പറയുന്നതാണ് അശരീരി എന്ന് വെച്ചാൽ ശരീരമില്ലാതെ വരുന്ന വാക്കുകൾ അശരീരി.
അപ്പോൾ ആകാശത്തു നിന്നാണെന്ന് തോന്നുമാറ് ചിന്താകുലനായിരിക്കുന്ന ബ്രഹ്മാവ് ഒരു അശരീരി കേട്ട അശരീരി വളരെ ഇമ്പമുള്ളൊരു ശബ്ദമായിരുന്നു. ആ അശരീരി എന്തായിരുന്നു? തപസ്സെയ്യൂ എന്നുള്ള ഒരു വാക്കുകൾ ഏനമ്മശ്രേശ്രവ ബ്രഹ്മാവിനെ അങ്ങോട്ട് സസ്യശ്രവ കേൾപ്പിച്ചു. എന്ന് പറഞ്ഞാൽ എങ്ങനെ സൃഷ്ടികർമ്മം നടത്തും എന്ന് വേവലാതിപ്പെട്ടുകൊണ്ട് വിചാരിച്ചുകൊണ്ട് ചിന്താകുലനായിരുന്ന ബ്രഹ്മാവ് അങ്ങയെപ്പറ്റി സ്മരിച്ചപ്പോൾ അങ്ങ് തന്നെ അദ്ദേഹത്തിന് അശരീരിയായി കേൾപ്പിച്ചു, തപസ്സു ചെയ്യൂ എന്നുള്ള ഒരു നിർദ്ദേശം. അതാണ് ഈ ശ്ലോകത്തിൻ്റെ ഒരു അർത്ഥം. ഞാൻ ഒന്നുകൂടെ വായിക്കാം. സോയം വിശ്വവിസർഗദത്തഹൃദയ സംപശ്യമാന സ്വയം ബോധം കല്യനവാപ്യ വിശ്വവിഷയം ചിന്താകുലസ്ഥസ്തിവാൻ താവത്വം ജഗദാം പദേ തപതപേ ഇത്യേവം ഹി വൈകായസിം വാണീമേ നമസ്സി ശ്രവ ശ്രുതിസുഖാം കുർവം പ്രേരണാം എന്നാണ് പറയുന്നത്. ബ്രഹ്മാവിനങ്ങനെ അശരീരി കേട്ട് തപസ് ചെയ്യാനുള്ള ഒരു ആഹ്വാനം എന്ന് പറഞ്ഞ ഒരു നിർദ്ദേശം അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ ഒരു പരിഭാഷ നോക്കാം. പ്രപഞ്ച സൃഷ്ടിക്കായുള്ള ജ്ഞാനമില്ലാത്തതു മൂലം പ്രപഞ്ച സൃഷ്ടിക്കാനുള്ള അറിവ് ഇല്ലാത്തതുകൊണ്ട് ബ്രഹ്മദേവൻ ദുഃഖിതനായിരുന്ന നേരം പ്രപഞ്ച സൃഷ്ടിക്കായുള്ള ജ്ഞാനമില്ലാത്തതു മൂലം ബ്രഹ്മദേവൻ ദുഃഖിതനായിരുന്ന നേരം പ്രപഞ്ചത്തിൻ നാഥൻ തൻ്റെ വാണിയ ശരീരിയായി തപസ്സു ചെയ്ത ജ്ഞാനത്തെ നീക്കിടുക നീ. പ്രപഞ്ചത്തിൻ നാഥൻ തൻ്റെ വാണി, പ്രപഞ്ചത്തിൻ്റെ നാഥനായിട്ടുള്ള വിരാട് പുരുഷൻ തൻ്റെ വാക്കുകൾ അശരീരിയായി, ശരീരമില്ലാത്തവനായി, ആളെ കാണാത്തവനായി, എവിടെ നിന്നാണെന്നറിയാത്തവനായിട്ട് കേൾപ്പിച്ചു. തപസ്സു ചെയ്ത ജ്ഞാനത്തെ നീക്കിടുക നീ. തപസ് ചെയ്യൂ, ആ തപസ് വഴി അജ്ഞാനത്തെ നീക്കൂ. അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വ്യക്തമായിട്ട് മനസ്സിലാകും എന്ന് പറയുകയുണ്ടായി. അപ്പോൾ ഈ രണ്ടാമത്തെ ശ്ലോകത്തിൽ ബ്രഹ്മാവിനെ തപസ് ചെയ്യാൻ പ്രേരിപ്പിച്ചുകൊണ്ട് വിരാട് പുരുഷൻ പ്രേരിപ്പിക്കുകയാണ് ചെയ്തത്. നമുക്കടുത്ത ശ്ലോകത്തിലേക്ക് പോകാം. മൂന്നാമത്തെ ശ്ലോകത്തിൽ എന്നോട് ആരാ ഇതൊക്കെ പറഞ്ഞത്? ഞാൻ നോക്കുമ്പോൾ അദ്ദേഹം വെള്ളമാണ്. ആദ്യത്തെ കൽപ്പത്തിൽ മുഴുവൻ വെള്ളം മുഴങ്ങി കിടക്കുന്നിടത്താണ് ഈ വിരാട് പുരുഷൻ്റെ ഒരു വരവ്. വിരാട് പുരുഷനിൽ നിന്ന് പിന്നെ ബ്രഹ്മാവ്, വിഷ്ണു, മഹാദേവൻ അങ്ങനെ ആവുന്നു. അപ്പോഴാണ് ഈ ബ്രഹ്മാവ് നോക്കുമ്പോൾ ചുറ്റും ഒന്നും കാണാനില്ല. ആകെ കൂടി പ്രളയം മാത്രം, വെള്ളം മാത്രം. ഈ വാക്കിൻ്റെ തപ എന്ന് തന്നോട് അശരീരി കേട്ടുല്ലോ താൻ. അതിൻ്റെ അർത്ഥം എന്താണെന്ന് ഇങ്ങനെ ആലോചിച്ച് നോക്കി അദ്ദേഹം എന്തായാലും തപസ് ചെയ്യുക. അദ്ദേഹത്തിന് ഉള്ളിലൊരു ബോധം വന്നു തപസ് ചെയ്യേണ്ട രീതി. അങ്ങനെ 1000 സംവത്സരം എന്ന് പറഞ്ഞാൽ വർഷം. അത് മനുഷ്യരുടെ വർഷമല്ല, ദേവന്മാരുടെ വർഷം, വ്യത്യാസമുണ്ട്. ഒരു ദിവ്യ സംവത്സരം എന്നൊക്കെ പറയുന്നത് 300 വർഷത്തെ നമ്മുടെ ഒരു വർഷമാണ് അവിടുത്തെ ഒരു ദിവ്യ സംവത്സരം. അങ്ങനത്തെ 1000 ദിവ്യ സംവത്സരം അദ്ദേഹം തപസ് ചെയ്തു സേവിച്ചപ്പോൾ ഭഗവാൻ എന്തു ചെയ്തു? അത്ഭുതകരമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഭഗവാന്റെ മഹാവിഷ്ണുവിൻ്റെ വൈകുണ്ഠലോകം ബ്രഹ്മാവിനെ കാണിച്ചു കൊടുക്കുകയാണ്. എന്താണ് വൈകുണ്ഠം?
ഭഗവാന്റെ ആ ലോകം, വൈകുണ്ഠ ലോകം എന്താണെന്ന് ബ്രഹ്മാവിന് കാണിച്ചു കൊടുക്കുകയാണ്. അതാണ് 3-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ഞാൻ ആദ്യം ഒന്ന് പറഞ്ഞു എന്നുള്ളൂ. ഇനി ശ്ലോകം വായിക്കുന്നത് ശ്രദ്ധിക്കൂ. കോസൗ മാമവദത്പുമാനിധി ജലാപൂർണേ ജഗന്മണ്ഡലേ ദിക്ഷു ദിക്ഷു കിമപ്യനീക്ഷിതവദ വാക്യാർത്ഥമുത്പശ്യത ദിവ്യം വർഷസഹസ്രമാത്തതപസാദേന ത്വമാരാധിത തസ്മൈ ദർശിതവാനസി സുനിലയം വൈകുണ്ഠമേകാദ്ഭുതം ക്വ അസൗ പൂമാൻ മാം അവദത് ഇതി. അതായത് ക അസൗ, അതാണ് ക്വാസൗ എന്ന് പറയുന്നത്. ആ ക്വാസൗ മാമവദത് എന്ന് വെച്ചാൽ എന്നെപ്പറ്റി അവവദത് എന്ന് പറഞ്ഞാൽ ഏതൊരാളാണ് എന്നോട് പറഞ്ഞത്. ഈ തപ എന്ന് ബ്രഹ്മാവിനോട് പറഞ്ഞോളൂ അശരീരിയായിട്ട്. അപ്പോൾ ബ്രഹ്മാവ് ചിന്തിക്കുക, ചുറ്റും നോക്കുക. നമ്മളൊരു ശബ്ദം കേൾക്കുമ്പോൾ ആരാ വരണേ, ആരാന്ന് മനസ്സിലായില്ലല്ലോ, ഇവിടുന്നാണ് കേട്ടെ, അങ്ങനെ ശ്രദ്ധിക്കില്ലേ എന്നപോലെ ബ്രഹ്മാവ് ഈ തപ എന്ന് തന്നോട് താൻ കേട്ട അശരീരി എവിടുന്നാ വരണേന്ന് അറിയാൻ വേണ്ടി, തന്നോട് ഏതൊരാളാണ് എന്നോട് തപസ് ചെയ്യാൻ പറഞ്ഞത് എന്നറിയാൻ വേണ്ടി ജലാപൂർണേ ജഗന്മണ്ഡല ദീക്ഷു ഉദ്ദീക്ഷ്യ. ജലാപൂർണേ വെച്ചാൽ വെള്ളം നിറഞ്ഞ ജഗന്മണ്ഡലേ, ഭൂമി മുഴുവൻ പ്രളയല്ലേ, വെള്ളമല്ലേ ആ കാലത്ത്. ആ പ്രളയ വെള്ളം നിറഞ്ഞ ലോകങ്ങൾക്കകത്ത് എല്ലാ ദിക്ഷു ഉദ്ദീക്ഷ്യ, എല്ലാ ദിക്കുകളിലും വീണ്ടും വീണ്ടും നോക്കിയിട്ട് കിമപി അനിശ്ചിതവദാവാക്യാർത്ഥം ഇതി പശ്യത ഉത്പശ്യത. ഒന്നും കാണാനങ്ങടില്ല, കിമപി അനീക്ഷിതവത, ഒന്നും തന്നെ ചുറ്റും നോക്കിയിട്ടൊന്നും ഒരു വകയും കാണാനില്ല. വാക്യാർത്ഥം ഉത്പശ്യത, വാക്കിൻ്റെ അർത്ഥം മാത്രം ഇങ്ങനെ ആലോചിച്ചറിയുന്നുണ്ട്. എന്താ തപസ് ചെയ്യുക, അതല്ലേ പറഞ്ഞേ. അത് മാത്രം മനസ്സിലാക്കിക്കൊണ്ട് ദിവ്യം വർഷസഹസ്രം, 1000 ദിവ്യ സംവത്സരം, വർഷം. മനുഷ്യരുടെ 300 കൊല്ലം കൂടുമ്പോൾ ഒരു ദേവന്മാരുടെ ഒരു ദിവ്യ സംവത്സരം. അങ്ങനെയുള്ള 1000 ദിവ്യ സഹസ്രവത്സരം ബ്രഹ്മാവ് അങ്ങോട്ട് തപസ് ചെയ്തു. ബ്രഹ്മാവ് ആത്മതപസാ തേന ആരാധിതത്വം. 1000 ദിവ്യ സംവത്സരകാലം തപസ് ചെയ്ത ബ്രഹ്മാവ് ആരാധിതത്വം, അങ്ങയെ വിരാട് പുരുഷനെ ആരാധിച്ചപ്പോൾ, അങ്ങയെ ധ്യാനിച്ചുകൊണ്ട് തപസ് ചെയ്തപ്പോൾ സ്വനിലയമേകാത്ഭുതം, തൻ്റേതായ നിലയം, ആരുടെ, വിരാട് പുരുഷൻ്റെ, മഹാവിഷ്ണുവിൻ്റെ സ്വന്തം ഭവനമാണ് വൈകുണ്ഠം. ആ വൈകുണ്ഠദേശം സ്വനിലയം ഏകാത്ഭുതം, തൻ്റെ ഭവനമായ താൻ വാണരുളുന്ന ഏകാത്ഭുതം, അത്യത്ഭുതകരമായ വൈകുണ്ഠലോകം, വൈകുണ്ഠം തസ്മൈ ദർശിതവാൻ അസി. ബ്രഹ്മാവിനെ ഒന്ന് കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു. ഏതായാലും ഇയാൾ സഹസ്രം ദിവ്യവത്സരം എന്നെ തന്നെ ധ്യാനിച്ച് തപസ് ചെയ്തുല്ലോ. വരൂ ബ്രഹ്മാവ്, വരൂ, ഞാൻ സംപ്രീതനായിരിക്കുന്നു, വരൂ, എൻ്റെ ആ ഭവനമായ വൈകുണ്ഠം ഒന്ന് കാണിച്ചു തരാം എന്ന് പറഞ്ഞ് വിളിച്ചു കൊണ്ടുപോവുകയാണ്. ആ ശ്ലോകം ഒന്നുകൂടി വായിക്കുകയാണ്. കോ അസൗ മാമവദത് പൂമാനീതി ജലാപൂർണേ ജഗന്മണ്ഡലേ ദീക്ഷോദ്ദീക്ഷ്യ കിമപ്യദീക്ഷിതവദാ വാക്യാർത്ഥമുത്പശ്യത ദിവ്യവർഷസഹസ്രമാത്തതപസാ തേന ത്വമാരാധിത തസ്മൈ ദർശിതവാനസി സുനിലയം വൈകുണ്ഠമേകാത്ഭുതം. ഈ അത്ഭുതകരമായ തൻ്റെ വാസനിലയമായ ഇത് കാണിച്ചു തരാനായിട്ട്, വൈകുണ്ഠം കാണിച്ചു തരാനായിട്ട് കൊണ്ടുപോവുകയാണ്. ബ്രഹ്മാവിനെ വിരാട് പുരുഷൻ കൂട്ടിക്കൊണ്ട് പോവുകയാണ്. നമ്മുടെ പരിഭാഷാ പുസ്തകത്തിൽ എന്താണ് പറയുന്നത് നോക്കാം.
അശരീരി തൻ്റെ അർത്ഥം ഗ്രഹിച്ചൊരാ നാൻമുഖനും തപസ് ചെയ്യാനാണ് എന്നോട് പറഞ്ഞത് എന്നുള്ള കാര്യം ബ്രഹ്മാവിന് മനസ്സിലായി. നാൻമുഖൻ ബ്രഹ്മാവ്. അശരീരി തൻ്റെ അർത്ഥം ഗ്രഹിച്ചൊരാ നാൻമുഖനും 1000 സംവത്സരങ്ങൾ തപസ്സു ചെയ്തു. 1000 ദിവ്യ സംവത്സരങ്ങൾ തപസ്സു ചെയ്തു. അവസാനം അനുപമ ഗുണനിധി ദേവദേവൻ ആ 1000 ദിവ്യ സംവത്സരങ്ങളുടെ അവസാനം, ബ്രഹ്മാവിൻ്റെ തപസ്സിൻ്റെ അവസാനം അനുപമ ഗുണനിധി, അനുപമ ഗുണനിധിയായ ഭഗവാൻ, ഗുണങ്ങൾ എത്രയാണ് എന്ന് വിവരിക്കാൻ പറ്റാത്തത്ര ഗുണങ്ങളുള്ള അയ്യോ ഭഗവാൻ ദേവദേവൻ, വിരാട് പുരുഷൻ മഹാവിഷ്ണു അത്യത്ഭുത വൈകുണ്ഠത്തിൽ ദർശനം നൽകി. അത്യത്ഭുതകരമായിട്ടുള്ള വൈകുണ്ഠദേശത്തിരുന്നു കൊണ്ട് ബ്രഹ്മാവിന് ദർശനം നൽകി. ഈ 2 ശ്ലോകങ്ങളെ ഇന്ന് പറയുന്നുള്ളൂ. കാരണം പല പ്രാവശ്യം വായിച്ചാലേ നമ്മുടെ മനസ്സിലേക്ക് എന്തെങ്കിലും കയറും. ബ്രഹ്മാവിനോട് വിരാട് പുരുഷൻ ബ്രഹ്മാവായും വിഷ്ണുവായും മഹാദേവനായും പിരിയുന്നു. മൂലസ്ഥാനം വിരാട് പുരുഷൻ. ആ ബ്രഹ്മാവിനോട് സൃഷ്ടികർമ്മം നടത്താൻ പറയുന്നു. അതെങ്ങനെയെന്നറിയാതെ ചിന്താകുലനായിരിക്കുന്ന ബ്രഹ്മാവ് വിരാട് പുരുഷനെ തന്നെ, മഹാവിഷ്ണുവിനെ തന്നെ ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മഹാവിഷ്ണു വിരാട് പുരുഷൻ ബ്രഹ്മാവിനോട് തപസ് ചെയ്യാൻ അശരീരി കൊടുത്തു. അശരീരിയുടെ അർത്ഥം മനസ്സിലായി. ആരാ എന്താ പറഞ്ഞതെന്ന് ബ്രഹ്മാവിന് മനസ്സിലായില്ല. എന്തായാലും 1000 ദിവ്യ സംവത്സരങ്ങൾ അദ്ദേഹം തപസ് ചെയ്തു. തപസ്സിൻ്റെ അവസാനത്തിൽ വിരാട് പുരുഷൻ ബ്രഹ്മാവിൻ്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു വൈകുണ്ഠവാസിയായിട്ട്. അത്രയാണ് ഈ 7-ാമത്തെ അധ്യായത്തിലെ ദശകത്തിലെ 3 ശ്ലോകങ്ങളിൽ കാണുന്ന ഒരു അർത്ഥം. ഇന്ന് ഞാൻ പറഞ്ഞ എല്ലാ വാക്കുകളും നന്മയുള്ള വാക്കുകൾ തന്നെയാകണേ ഭഗവാനെ. എല്ലാം ഞാൻ ഗുരുവായൂരപ്പൻ്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. എല്ലാവരും ഈ വായിക്കുന്നത് ഒന്ന് ശ്രദ്ധിക്കൂ. എനിക്ക് നന്നാവാനായിട്ടാണ്, എൻ്റെ അറിവുകൾ കൂടുതൽ വർദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്. അതോടുകൂടി നിങ്ങൾക്കും അല്പം കിട്ടുകയാണെങ്കിൽ ഗുരുവായൂരപ്പ ഞാൻ കൃതാർത്ഥയായി. ഓം നമോ ഭഗവതേ വാസുദേവായ.